മുട്ടക്കറി വെച്ച് നോക്കാം കേട്ടോ. അതാ നന്നായിട്ട് കഴുകി പുളിയൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ടേ. അതിലേക്കുള്ള ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണേ. വെളിച്ചെണ്ണ നന്നായി തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഇനി കടുക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് പൊട്ടിയിട്ട് അതിലേക്ക് വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, ഉള്ളി, ഇഞ്ചി എല്ലാം കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് വാടി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മഞ്ഞളും മുളകും ഒക്കെ ഇട്ട് കൊടുക്കേ. മുളക് പൊടി ആവശ്യത്തിന്, എരിവ് കൂടുതൽ വേണ്ടവർക്ക് എരിവ് കൂടുതലായിട്ട് ഇടാം കേട്ടോ. അതിന് എരിവാണ് വേണ്ടത്. മഞ്ഞൾ, നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ലോണം ഞെന്ത് വന്നിട്ടുണ്ടേ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് നേരത്തെ പുളിയിൽ ഒഴിച്ച് വെച്ച മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കേ. അപ്പോൾ കറി അവിടെ നിന്ന് റെഡി ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്കുള്ള പൂളയും കൂടെ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ട് അതിലേക്ക് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കറി ഇറക്കി വെക്കാം കേട്ടോ. കറി റെഡി ആയിട്ടുണ്ടേ. ഇതിലേക്കുള്ള പൂള റെഡിയാക്കാം. അപ്പോൾ അതാ പൂള നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അത് പുഴുങ്ങാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടേ. ഇതാ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് പൂള ഇട്ട് കൊടുക്കാം കേട്ടോ. പൂള പുഴുങ്ങാൻ എല്ലാവർക്കും അറിയാറുണ്ടാവും. പക്ഷേ ഞാൻ ഉണ്ടാക്കുന്നതുകൊണ്ടൊന്ന് കാണിച്ചതേ ഉള്ളൂ കേട്ടോ. പൂള നന്നായിട്ട് തിളച്ച് വന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതാ നമ്മുടെ പൂള അവിടെ റെഡി ആയിട്ടുണ്ടേ. പൂളയും കറിയും ഇതാ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.